പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ശരിക്ക് നമ്മളുടെ വ്യാഴാഴ്ച ശക്തമായ ഒരു വിടുതലിന്റെ ശുശ്രൂഷയായിരുന്നു കേട്ടോ. നമ്മുടെ കുടുംബങ്ങളുടെ വിശദീകരണത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയിൽ അതിശക്തമായ വിധത്തിൽ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവശക്തി ഇറങ്ങിയ ഒരു ദിനമായിരുന്നു. ഈ വെള്ളിയാഴ്ച ദിനത്തിൽ നിങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമല്ലോ, പിന്നെ സുഖമാണല്ലോ അല്ലേ. പിന്നെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രത്യേകിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് സഹോദരങ്ങളെ. ജീവിക്കുന്ന ദൈവത്തെ അവഗണിച്ച് യേശുക്രിസ്തുവിനെ ഗൗരവമായിട്ട് എടുക്കാത്തവരുടെ ജീവിതങ്ങളിൽ പ്രകടമായ വിധത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല, ഭിന്നത, അതുപോലെ ശൂന്യത എല്ലാം ഉണ്ട്. ഒന്നുമില്ലാത്ത അവസ്ഥ. പ്രിയ സഹോദരങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങളെ ശരിക്കും നശിപ്പിക്കുന്ന ഒരു തിന്മയുടെ അരൂപിയാണ് യേശുവിനെ ഹൃദയത്തിൽ ദൈവമായ കർത്താവായിട്ട് അംഗീകരിക്കാൻ, ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ, ആത്മീയ മരവിപ്പിന്റെ വചനത്തെ ഗൗരവമായിട്ട് എടുക്കാൻ പറ്റാത്തതിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ ശാപക്കെട്ടിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു വചനമാണ്. അത് സെഫാനിയായുടെ പുസ്തകം 1:5. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: പുരമുകളിൽ ആകാശ സൈന്യത്തെ വണങ്ങുന്നവരെയും കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ നാമത്തിൽ ശപഥം ചെയ്യുകയും, എന്നിട്ട് പറയാണ്, അതേസമയം മിൽക്കോമിന്റെ നാമത്തിൽ, അതായത് ഒരു വിജാതീയ ദേവനാണ്, മിൽക്കോമിന്റെ നാമത്തിൽ ശപഥം ചെയ്യുകയും ചെയ്യുന്നവരെയും ഞാൻ നശിപ്പിക്കും. അതായത് ദൈവത്തിന്റെ ഒരു മാറ്റമില്ലാത്ത ഒരു താക്കീതാണ്. ഇന്ന് അത് ഈ ഒരു കാലഘട്ടത്തിൽ അത് എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? ഒരു ഭാഗത്ത് കുർബാനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, കുമ്പസാരമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. മറുഭാഗത്ത് നമ്മൾ ഒരു ലൗകായികത്വത്തിലുള്ള ഒരു ജീവിതം, ലോകപ്രകാരമുള്ള ഒരു ജീവിതം, ഈശോയെ ഒരു പ്രതികൂലം വന്നു കഴിഞ്ഞാൽ എൻ്റെ യേശുവിന് എന്നെ വിടുവിക്കാൻ പറ്റും, ഈ ഒരു ബോധ്യമില്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ ലോകപ്രകാരം ലോകത്തിന്റെ സുഖങ്ങൾ തേടിയിട്ടുള്ള ഒരു ജീവിതം. പ്രിയ സഹോദരങ്ങളെ, 2 വള്ളത്തിൽ കാല് ഇട്ടിട്ടുള്ള പോക്കില്ലേ, അത് അപകടകരമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു കുടുംബത്തിൽ എന്ത് ചെയ്താലും അവർക്ക് ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല എന്ന് പറഞ്ഞു വന്ന ഒരു കുടുംബം. ഞാൻ നോക്കുമ്പോൾ എല്ലാ ദിവസവും അവർ കുർബാനയിൽ പങ്കെടുക്കുന്നു, എല്ലാ ദിവസവും അവർ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്, കുറേയൊക്കെ മാസത്തിലൊക്കെ കുമ്പസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനമില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, കുർബാനയിൽ പങ്കെടുക്കുന്നത് എങ്ങനെ യാന്ത്രികമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ നിൽക്കുന്നത് പോലെ ഒരു അത്രയേ ഉള്ളത്. വിശ്വാസമൊന്നും അങ്ങനെയില്ല. അതിൽ പങ്കെടുക്കും, പ്രാർത്ഥന യാന്ത്രികമായിട്ട് ചെല്ലും, പിന്നെ ലോകത്തിലെ എല്ലാ മാലിന്യങ്ങളും ഇച്ചിരി മദ്യപിക്കുകയും ചെയ്യും, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയുള്ളൊരു വിശ്വാസ ജീവിതമാണ് ഈശോ അതുകൊണ്ട് പറഞ്ഞത്. ഈശോയെ ഗൗരവമായിട്ട് എടുക്കാൻ പറ്റാത്തൊരു വിശ്വാസ ജീവിതമാണോ നാം നയിക്കുന്നത്? നമ്മുടെ കുടുംബം പിശാചിന്റെ കരവലയത്തിലാണ്. ശക്തമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ കർത്താവ് വിടുതൽ നൽകും. ഈ ആഴ്ചകളിലൊക്കെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിശദീകരണത്തിന്റെ ദിനങ്ങളല്ലേ. കർത്താവ് ഈശോയെ ഗൗരവമായിട്ട് എടുക്കുന്നവരുടെ ജീവിതത്തിൽ പ്രകടമായ വിധത്തിൽ ഇടപെടുന്നത് ഈ ദിവസങ്ങളിൽ അച്ഛൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ സാധിക്കുന്നവർ വരണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആ സമയത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ അടുത്ത സെന്ററുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുക. ഈശോ വലിയൊരു അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.